ഹായ് എവരിവൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സോ ആസിഡ്സ് ഓഫ് നൈട്രജൻ ആണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫറിനെ പറ്റി സംസാരിച്ചായിരുന്നല്ലേ. അപ്പം ഏതൊക്കെ ടൈപ്പാണ്, പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ്, അതൊക്കെയായിരുന്നു നമ്മൾ അതിനകത്ത് കണ്ടത്. സോ ആ വീഡിയോ കാണാത്തവരാണ് ഇതൊന്ന് ജസ്റ്റ് കാണുക. സോ ഇനി എന്താണ് ഓക്സോ ആസിഡ് എന്നും ഞാൻ പറഞ്ഞായിരുന്നു. ഓക്സോ ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ കൂടാതെ വേറെ മീൻസ് ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ഇപ്പോൾ സപ്പോസ് നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ക്ലോറിൻ, അങ്ങനെ പല ഏതൊരു എലമെൻറ്റ് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഇതിനാണ് നമ്മൾ യൂഷ്വലി ഓക്സോ ആസിഡ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓക്സോ ആസിഡ്സ് ഓഫ് നൈട്രജൻ ആണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നൈട്രിക് ആസിഡാണ്. സെക്കൻഡ് നൈട്രസ് ആസിഡ്, ഹൈപ്പോനൈട്രസ് ആസിഡ്, നൈട്രോക്സിലിക് ആസിഡ്, പെറോക്സോ നൈട്രിക് ആസിഡ് ആൻഡ് പെറോക്സോ നൈട്രസ് ആസിഡ്. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ നൈട്രിക് ആസിഡ്. സോ ഇവിടെ ഒരു സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ട്. സോ ആസിഡ് നൈട്രിക് ആസിഡാണ്. സോ നമുക്ക് ഇൻ ഡീറ്റെയിൽ ഓരോന്നും നോക്കി പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് നൈട്രിക് ആസിഡാണ്. അപ്പോൾ നൈട്രിക് ആസിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നൈട്രിക് ആസിഡ് പല ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഉള്ളൊരു കാര്യമാണ്. സോ നൈട്രിക് ആസിഡ് പറയുകയാണെങ്കിൽ പല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, അതുപോലെ അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസ്, പല നമ്മൾ ഈ പ്ലാസ്റ്റിക്സ് അതൊക്കെ ഡൈസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂഷ്വലി അമോണിയം നൈട്രേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ അമോണിയം നൈട്രേറ്റിൻ്റെ ആ ഒരു പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് നൈട്രിക് ആസിഡ്. പിന്നെ നൈട്രിക് ആസിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആസിഡ് തന്നെയാണ്. പക്ഷേ സൾഫ്യൂരിക് ആസിഡ് അത്രയും സ്ട്രോങ് അല്ല, പക്ഷേ ഒരു സ്ട്രോങ് ആസിഡ് തന്നെയാണ്. അപ്പം നമ്മൾ നോർമലി ഈ ഒരു നൈട്രിക് ആസിഡ് നോക്കുകയാണെങ്കിൽ തന്നെ അതിന് ആ ഒരു എന്താണ് ഒരു കളർലെസ് ആയിരിക്കും. പ്യുവർ ഫോമിൽ നോക്കുകയാണെങ്കിൽ ഒരു കളർലെസ് ലിക്വിഡ് ആയിരിക്കും. നമ്മുടെ വെള്ളമൊക്കെ പോലെ ഒരു കളർലെസ് ആയിരിക്കും. പക്ഷേ ചിലപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ ദേഹത്ത് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ദേഹത്തിങ്ങനെ അറിയാതെ വല്ലതും വീഴുവാണെങ്കിൽ, മീൻസ് അല്ലെ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ വീഴുവാണെങ്കിൽ തന്നെ ഒരു മഞ്ഞ കളർ വരും. സോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് യൂഷ്വലി ഈ ഫോട്ടോ ഡീകമ്പോസിഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. സോ അത് ഈ ഒരു മീൻസ് നോർമലി ഈ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ലൈറ്റിൻ്റെ പ്രസൻസിൽ അതിൻ്റെ കളറ് മാറുന്നതാണ് യൂഷ്വലി സംഭവിക്കുന്നത്, യെല്ലോ കളർ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കൈ വീണാൽ തന്നെ അത് പോകാൻ കുറേ ദിവസങ്ങളൊക്കെ എടുക്കും. സോ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ സൾഫ്യൂരിക് ആസിഡിൻ്റെ അത്രയും ഡേഞ്ചർ അല്ലെന്നേ ഉള്ളൂ. പിന്നെ ഈ നൈട്രിക് ആസിഡിൻ്റെ നമ്മൾ വേറെ യൂസസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഗോൾഡിൻ്റെയൊക്കെ പ്യൂരിഫിക്കേഷൻ ടെസ്റ്റിനൊക്കെ യൂഷ്വലി ഈ ഒരു നൈട്രിക് ആസിഡാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മുടെ ഈ ഗോൾഡിനെ ഡിസോൾവ് ചെയ്യുന്നൊരു സംഭവത്തെ പറ്റി എല്ലാവരും കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ അക്വാറീജിയ, അതായത് 3:1 വരുന്ന ഒരു റേഷ്യോ ഉണ്ട്. സോ ആ 3:1 എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ 3 ml HCl-ന് 1 ml നൈട്രിക് ആസിഡാണ് ആ ഒരു കണക്കെടുക്കുന്നത്. സോ ആ ഒരു ഇത് മീൻസ് ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അതിന് ഈ നമ്മുടെ ഗോൾഡിനെ അവർ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ പേരാണ് അക്വാറീജിയ. സോ ഇനീഷ്യലി നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു നൈട്രിക് ആസിഡിനെ പണ്ടുള്ള ആൾക്കാർ ഇനീഷ്യലി ഇതിൻ്റെ പേരെന്തായിരുന്നു ചോദിച്ചാൽ ഫോർട്ടിസ് എന്നായിരുന്നു. സോ ഫോർട്ടിസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോങ് വാട്ടർ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. സോ വാട്ടർ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ സംഭവമാണ്. അപ്പം അതിലും സ്ട്രോങ് ആയിട്ടുള്ള സംഭവം ആയിരിക്കണം അതിനെ സ്ട്രോങ് വാട്ടർ എന്ന് പേര് കൊടുക്കാൻ കാരണം. ഓക്കെ, പിന്നെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നൈട്രിക് ആസിഡിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യലി അത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓസ്വാൾഡ് പ്രോസസ്സ്. സോ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതാണ്, ഞാൻ എഴുതിയിട്ടുണ്ട്, ഓസ്വാൾഡ് പ്രോസസ്സ്. സോ ഓസ്വാൾഡ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അമോണിയ ഓക്സിജൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം അറ്റ് 750 to 900 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് നൈട്രജൻ ഓക്സൈഡ് കിട്ടുന്നു. സോ നൈട്രജൻ ഓക്സൈഡിനെ പിന്നെയും ഓക്സിഡൈസ് ചെയ്യുകയാണ്. സോ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് വരും, നൈട്രജൻ ഡയോക്സൈഡ് വരുന്നു. സോ ഈ കിട്ടിയ നൈട്രജൻ ഡയോക്സൈഡിനെ പിന്നെയും വാട്ടർ വെച്ചും അതുപോലെ ഓക്സിജൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരുന്നു, നൈട്രിക് ആസിഡ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതാണ് കൊമേഴ്ഷ്യലി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓസ്വാൾഡ് പ്രോസസ്സാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ്. അത് ഈ ഒരു 3 സ്റ്റെപ്പ് മെക്കാനിസം അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് പ്രോസസ്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ഒരു മെത്തേഡ് നമുക്ക് ലബോറട്ടറി സിന്തസിസ് ആണ്. സോഡിയം നൈട്രേറ്റും അതുപോലെ സൾഫ്യൂരിക് ആസിഡും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും NaHSO4ഉം അതുപോലെ നൈട്രിക് ആസിഡും കിട്ടുന്നു. ഓക്കെ, സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റും അതുപോലെ നൈട്രിക് ആസിഡുമാണ് കിട്ടുന്നത്. സോ അവിടെ എന്താണ് ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് നൈട്രിക് ആസിഡ് കിട്ടിയിട്ടുണ്ട്.
സോ അത്രയാണ് നമ്മുടെ ഒരു ജസ്റ്റ് ബേസിക് പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്നൊക്കെ യൂഷ്വലി പറയാറുള്ളത്. പിന്നെ നമ്മൾ യൂഷ്വലി നൈട്രിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാവരും കേട്ടിട്ടുള്ളത് എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ഓക്സിഡേഷൻ പ്രോപ്പർട്ടീസാണ് യൂഷ്വലി എല്ലാവരും കേട്ടിട്ടുള്ളത്. ഓക്സിഡേഷൻ പ്രോപ്പർട്ടീസ് ഭയങ്കര ഓക്സിഡൈസിങ് ഏജൻ്റൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അതിനെപ്പറ്റി പറയുവാണെങ്കിൽ അൻഹൈഡ്രസ് നൈട്രിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞു. അൻഹൈഡ്രസ് നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കളർലെസ് ലിക്വിഡാണ്. അതുപോലെ പ്യുവർ ആസിഡ് അണ്ടർഗോസ് ഓട്ടോ അയണൈസേഷൻ ഗിവിങ് നൈട്രേറ്റ് അയൺ ആൻഡ് നൈട്രോണിയം അയൺ. പിന്നെ പറയുവാണെങ്കിൽ നമുക്ക് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് കോൺസെൻട്രേറ്റഡ് ആസിഡിനും ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ ഡയല്യൂട്ട് ആസിഡിനും ആ ഒരു പർട്ടിക്കുലർ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആസിഡിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ ഓക്സിജൻ വെച്ചായിരിക്കത്തില്ല അവരുടെ ആ ഒരു കൂൾ ഓക്സിഡൈസിങ് പവർ കാണിക്കുന്നത്. കാരണം പക്ഷേ NO2 അതായത് നൈട്രജൻ ഡയോക്സൈഡ് ആണ് അവരിൽ ആ ഒരു കൂടുതൽ ഓക്സിഡൈസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ആക്ഷൻ കൂടുതൽ നൽകുന്നത്. എന്ത് NO2 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കളർലെസ് ആസിഡ്, അതായത് കളർലെസ് ആണല്ലോ, ഞാൻ ബേസിക്കലി പ്യുവർ ഫോം നോക്കുന്നത് കളർലെസ് ആണ്. സോ അതിനെന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊരു ഈ സൾഫർ, ഫോസ്ഫറസ് അങ്ങനത്തെ പല മെറ്റൽസിനൊന്നും വലിയ ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓക്സിഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്, ഈ ഒരു പെർട്ടിക്കുലർ NO2 അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ പിന്നെ ഫാസ്റ്റായി ആ ഒരു റിയാക്ഷൻ നടക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഫ്യൂമിങ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു, ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡിനെ പറ്റി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഫ്യൂമിങ് നൈട്രിക് ആസിഡ്. സോ ഫ്യൂമിങ് നൈട്രിക് ആസിഡ് നോക്കുവാണെങ്കിൽ ഡിസോൾഡ് ആയിട്ട് NO2 ഭയങ്കരമായിട്ടും കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡൈസിങ് ആക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ആക്ഷൻ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ NO2 ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു നൈട്രിക് ആസിഡിൻ്റെ റിഡക്ഷനിൽ കോൺസ്റ്റൻ്റായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂറിയ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പർട്ടിക്കുലർ ഓക്സിഡൈസിങ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് കുറയും. കാരണം അവിടെ NO2 മീൻസ് യൂറിയ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ് നമ്മൾ യൂസ് ഡൈഅമൈഡാണ് അല്ലേ. സോ അവിടെ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ല. സോ അത് നമ്മൾ പിന്നെ അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുകയാണ് യൂഷ്വലി ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺസെൻട്രേറ്റഡ് ആസിഡിൻ്റെ കേസാണ്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് ആസിഡ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ തന്നെ കേസ് എന്താണ്, ഡൈല്യൂട്ട് ആസിഡിൻ്റെ കേസിലും പറയാൻ പറ്റും. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡൈല്യൂട്ട് ആസിഡ് അത്രയ്ക്ക് ഒരു വരാൻ കാരണമില്ല. കാരണം ഓക്സിജൻ അങ്ങനെ നൽകും, പക്ഷേ ഇത് നമ്മുടെ ഹൈഡ്രജൻ സൾഫൈഡ് അതുപോലെ ഹൈഡ്രജൻ അയോഡൈഡ് അതിനെയൊക്കെ യൂഷ്വലി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റി ഈ ജസ്റ്റ് ഡയലൂട്ട് നൈട്രിക് ആസിഡിന് പറ്റുന്നതാണ്. ഓക്കെ, വേറൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ആക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ ഈ മെറ്റൽസിനകത്ത് വരുന്ന ഒരു 3 കാറ്റഗറി വരുന്നുണ്ട്. അതായത് ഇത് എന്തൊക്കെ തരം ആക്ഷൻസ് കാണിക്കുന്ന 3 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇത് കാണിക്കുന്നത്. ഒന്ന് വരുന്നത് നമ്മുടെ മെറ്റൽസ് ലൈങ് ബിലോ ഹൈഡ്രജൻ ഇൻ ദ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. സോ മെറ്റൽസ് ലൈങ് ബിലോ ഹൈഡ്രജൻ ഇൻ ദ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം അതുപോലത്തെ എലമെൻറ്റ്സ് ആണ് യൂഷ്വലി ലൈങ് ബിലോ ഹൈഡ്രജൻ ഇൻ ദ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. സോ അവരുടെ ആക്ഷൻ ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ എന്താണ്, അവർ യൂഷ്വലി ഈ ഒരു ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡയല്യൂട്ട് ആസിഡ്സിൽ നിന്ന് യൂഷ്വലി ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു സെയിം മാനറിൽ തന്നെ എന്താണ് നൈട്രിക് ആസിഡും ബിഹേവ് ചെയ്യുന്നു. അതായത് അവരെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് കേസാണ് മെറ്റൽസ് എബവ് ഹൈഡ്രജൻ ഇൻ ദ സീരീസ്. അപ്പം മെറ്റൽസ് എബവ് ഹൈഡ്രജൻ ഇൻ ദ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ് ലിബറേറ്റ് ചെയ്യത്തില്ല. അതായത് ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എബവ് ലൈങ് ബിലോ ആണെങ്കിൽ ലിബറേറ്റ് ചെയ്യും, പക്ഷേ ഈ ഒരു കേസ് അവർ ലിബറേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന മെറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പം കോപ്പർ, സിങ്ക്, മെർക്കുറി അങ്ങനെ പല എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി തേർഡ് കേസാണ് നോബിൾ മെറ്റൽസ്. നോബിൾ മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾഡ്, പ്ലാറ്റിനം, റോഡിയം അങ്ങനത്തെ, അതായത് ഗോൾഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നൈട്രിക് ആസിഡിൻ്റെ അറ്റാക്ക് വെച്ച് നടക്കുന്നില്ല. കാരണം അവർ പക്ഷേ അറ്റാക്ക് ഒരു നൈട്രിക് ആസിഡ് വെച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ പറ്റത്തില്ല. പക്ഷേ അവർ നമുക്ക് എന്താണ് അക്വയർ ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 3:1 മീൻസ് 3 HCl അതുപോലെ 1
നൈട്രിക് ആസിഡും വെച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ഗോൾഡിനെയൊക്കെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു പ്രോപ്പർട്ടിയാണ് ആക്ഷൻ ഓൺ പ്രോട്ടീൻസ്. ഇപ്പോൾ പ്രോട്ടീൻസ് പറയുവാണെങ്കിൽ ഈ നൈട്രിക് ആസിഡിൻ്റെ അറ്റാക്ക് കാരണം അവരൊരു യെല്ലോ കോമ്പൗണ്ട് ഉണ്ടാകും. യെല്ലോ കോമ്പൗണ്ട് യൂഷ്വലി നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആയിരിക്കും. സോ അവരെ നമ്മൾ എന്താണ് യൂഷ്വലി സാന്തോ പ്രോട്ടീൻസ് എന്നാണ് യൂഷ്വലി ആ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഈ നമ്മുടെ ഈ സ്കിന്നിലൊക്കെ വീണ ആ ഒരു ഇത് വരത്തില്ലേ, അപ്പോൾ അതിൻ്റെയാണ് പറയുന്നത്. ആ ഒരു കളറ് മഞ്ഞ കളറ് വരുന്നത് അതുകൊണ്ടാണ്. സ്റ്റെയിൻസ് സ്കിന്നിനെ സ്റ്റെയിൻ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മീൻസ് നമ്മുടെ ഒരു പ്രോട്ടീൻ്റെയൊക്കെ ഒരു ബെസ്റ്റ് ഒരു ടെസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ല കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു ടെക്നിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ നൈട്രിക് ആസിഡ് വെച്ചുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനിയും നൈട്രിക് ആസിഡിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ലൂയിസ് ഡോട്ട് സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു റെസണൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പം അത്രയാണ് നൈട്രിക് ആസിഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. പിന്നെ നൈട്രിക് ആസിഡിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് ബോയിലിംഗ് പോയിൻ്റ് ഇതൊക്കെ പറയുവാണെങ്കിൽ 84.1 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുവാണെങ്കിൽ. അതുപോലെ ഫ്രീസിങ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ -41.55 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നൈട്രിക് ആസിഡിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് ആസിഡിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ആസിഡാണ് ഏത്? നൈട്രസ് ആസിഡ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പിന്നെ നൈട്രിക് ആസിഡിനെ പറ്റി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മോണോബേസിക് ആസിഡാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ ഓരോ OH റെഡ്യൂസിബിളായിട്ട് നിൽപ്പുള്ളൂ. സോ മോണോബേസിക് ആസിഡാണ്. സെക്കൻഡ് ആസിഡാണ് നൈട്രസ് ആസിഡ്, HNO2. ഓക്കെ, അപ്പം HNO2 എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ഒരു ഓക്സിജനും കൂടെ ഉണ്ടായിരുന്നു നൈട്രിക് ആസിഡിൻ്റെ കേസിൽ. ഇവിടെ വന്നപ്പോൾ ഒരു ഓക്സിജൻ കുറഞ്ഞു. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ സൊല്യൂഷൻ ആൻഡ് ഈസ് അൺസ്റ്റേബിൾ. അത് സൊല്യൂഷൻ മാത്രമേ നിൽക്കുന്നുള്ളൂ, പക്ഷേ എന്താണ്, അത് അൺസ്റ്റേബിളായിട്ട് നിൽക്കുന്ന കോമ്പൗണ്ടാണ്, അല്ലേ ഇതാണ്. പിന്നെ ഇവരുടെ ആസിഡിനെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ നൈട്രൈറ്റ്സ് സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അസിഡിഫൈയിങ് സൊല്യൂഷൻസ് ഓഫ് നൈട്രൈറ്റ് വിത്ത് മിനറൽ ആസിഡ്സ്. അപ്പോൾ മിനറൽ ആസിഡ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ യൂഷ്വലി H2SO4, HCl അങ്ങനത്തെ ആസിഡ്സും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾട്ടിൻ്റെ നൈട്രേറ്റ്, ഇപ്പം ബേരിയം നൈട്രേറ്റ്, കോപ്പർ നൈട്രേറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളിലെയൊക്കെ യൂഷ്വലി അസിഡിഫൈ ചെയ്താണ് നമ്മൾ യൂഷ്വലി ഫോം ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ താണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അസിഡിഫൈങ് ബേരിയം നൈട്രൈറ്റ് വിത്ത് കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ഡയലൂട്ട് H2SO4. ഓക്കെ, അങ്ങനെ നമുക്ക് നൈട്രസ് ആസിഡ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു മോണോബേസിക് ആസിഡാണെന്ന് പറയാൻ പറ്റും. ഓരോ OH ഉള്ളൂ. പിന്നെ അതിൻ്റെ സ്ട്രക്ചറാണ് ഈ ഒരു സംഭവം, ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയും. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഒരു വീക്ക് ആസിഡാണ്. മറ്റേ നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രോങ് ആസിഡ് ആയിരുന്നല്ലേ. അപ്പോൾ ഇതൊരു വീക്ക് ആസിഡാണ്. പിന്നെ പറയുവാണെങ്കിൽ അക്വസ് സൊല്യൂഷൻ നൈട്രസ് ആസിഡ് അണ്ടർഗോ വാട്ട് ഈസ് നോൺ ആസ് ഓട്ടോ ഓക്സിഡേഷൻ. അപ്പം അക്വസ് സൊല്യൂഷൻ്റെ കേസിൽ നൈട്രിക് ആസിഡ് ഈ ഒരു നൈട്രസ് ആസിഡ് ഈ ഒരു നൽകുന്ന അല്ലെങ്കിൽ അത് അണ്ടർഗോ ചെയ്യുന്ന പ്രോസസ്സാണ് ഓട്ടോ ഓക്സിഡേഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്തൊരു പോയിൻ്റാണ് ഇത്, ഇറ്റ് ബിഹേവ് ആസ് എ റെഡ്യൂസിങ് ആസ് വെൽ ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതായത് നേരത്തെ നമ്മൾ കണ്ടു നൈട്രിക് ആസിഡിൻ്റെ കേസിൽ അതൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റാണെന്ന് പറയാം, അല്ലെങ്കിൽ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റാണെന്ന് പറയാം. പക്ഷേ ഈ ഒരു നൈട്രസ് ആസിഡിൻ്റെ കേസിൽ അതൊരു റെഡ്യൂസിങ് ആസ് വെൽ ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് നമുക്ക് പറയാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇപ്പം നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൺസിഡർ ചെയ്യുക. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എന്താണ്, അത് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പം സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് ഹൈഡ്രോ അയോഡിക് ആസിഡിനെയൊക്കെ യൂഷ്വലി ഓക്സിഡൈസ് ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസിനെ അത് ഓക്സിഡൈസും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ KMnO4 പോലത്തെ ഉള്ള കോമ്പൗണ്ട്സിനെ എന്താണ് യൂഷ്വലി റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു യൂഷ്വലി ഒരു ഓക്സിഡൈസിങ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് യൂഷ്വലി പറയാറുണ്ട്. വേറൊരു പോയിൻ്റാണ് ഡീകമ്പോസസ് യൂറിയ ആൻഡ് അതർ അലിഫാറ്റിക് അമിനോ കോമ്പൗണ്ട്സ് ഗിവിങ് N2. അതായത് യൂറിയ പോലത്തെ കോമ്പൗണ്ട്സിനെ ഡീകമ്പോസ് ചെയ്യുന്നു. യൂറിയ എന്താണ്, ഡയമൈഡാണ്. സോ അതിനകത്ത് എന്തുണ്ട്, നൈട്രജൻ ഉണ്ട്. സോ അതിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് നൈട്രജൻ അവിടെ നിന്ന് മീൻസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ
അതർ അലിഫാറ്റിക് അമിനോ കോമ്പൗണ്ട്സ്, പല അലിഫാറ്റിക് ആയിട്ടുള്ള അമീൻ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഇല്ലേ, അലിഫാറ്റിക് ആണ്, അറോമാറ്റിക് അല്ല, അലിഫാറ്റിക് അമിനോ കോമ്പൗണ്ട്സിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് ടേക്ക് പ്ലേസ് ഇൻ ഡയസർട്ടൈസേഷൻ റിയാക്ഷൻ. അപ്പം ഈ ഒരു നൈട്രസ് ആസിഡിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ വരുന്നൊരു കേസാണ് ഡയസോണിയം സോൾട്ട്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്താണ്, സോഡിയം നൈട്രേറ്റും HCl വെച്ചാണ് നമ്മൾ യൂഷ്വലി ഇനീഷ്യലി റിയാക്ഷൻ തുടങ്ങുന്നത്. സോ അവിടെ ആ ഒരു സോഡിയം നൈട്രേറ്റും HCl വെച്ച് തുടങ്ങി കഴിഞ്ഞ് ഇലക്ട്രോഫൈലിൻ്റെയൊക്കെ ജനറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, HNO2 കിട്ടും. ഓക്കെ, സോ അത് വെച്ചാണ് പിന്നെ റിയാക്ഷൻ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഡയസർട്ടൈസേഷൻ റിയാക്ഷനിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു മോണോബേസിക് ആണെന്ന് ഞാൻ പറഞ്ഞു. അത്രയൊക്കെയാണ് യൂഷ്വലി അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് യൂഷ്വലി ട്രാൻസ്ഫോമിലായിരിക്കും ഒരു മൈക്രോവേവ് സ്റ്റഡീസൊക്കെ കണ്ടതനുസരിച്ച് ട്രാൻസ്ഫോമിലായിരിക്കും അവർ യൂഷ്വലി നിൽക്കുന്നത്. പക്ഷേ ട്രാൻസ്ഫോം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ആസിഡാണ് ഹൈപ്പോനൈട്രസ് ആസിഡ്, അതായത് H2N2O2. അപ്പം ഇത് യൂഷ്വലി ഇറ്റ്സ് പ്രിപ്പയർഡ് ബൈ ദ റിഡക്ഷൻ ഓഫ് സോഡിയം നൈട്രേറ്റ് സോഡിയം അമാൽഗം. അപ്പോൾ സോഡിയം നൈട്രേറ്റ് വിത്ത് സോഡിയം അമാൽഗം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു മെർക്കുറിയും കൂടെ കമ്പൈൻ ചെയ്ത സംഭവമാണ് അമാൽഗം വരുന്നത്. അമാൽഗം യൂഷ്വലി അറിയാം മെർക്കുറിയാണ്. അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദെൻ ന്യൂട്രലൈസ്ഡ് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് ട്രീറ്റഡ് വിത്ത് AgNO3. അപ്പോൾ ഇനീഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ സോഡിയം നൈട്രേറ്റും അതുപോലെ സോഡിയം അമാൽഗവും വെച്ച് ട്രീറ്റ് ചെയ്ത സൊല്യൂഷനുണ്ട്. അപ്പോൾ ഒരു ഹിപ്പോ നൈട്രേറ്റ് സൊല്യൂഷനായി. സോ അതിനെ അസറ്റിക് ആസിഡ് വെച്ച് ന്യൂട്രലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ ന്യൂട്രലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, കാരണം അത് ഇനി ഹൈപ്പോ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് യൂഷ്വലി ബേസിക് ഫോമാണ്. സോ അതുകൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസറ്റിക് ആസിഡ് യൂസ് ചെയ്തിട്ട് എന്നിട്ട് അതിനെ സിൽവർ നൈട്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്തു. സോ സിൽവർ നൈട്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ യൂഷ്വലി അവിടെ നടന്ന് ഉണ്ടാകുന്നു, സിൽവർ ഹിപ്പോ നൈട്രേറ്റ് ഉണ്ടാകുന്നു, which is then separated, washed and treated with the solution of HCl in either. അപ്പോഴത്തേക്ക് നമുക്ക് H2N2O2 കിട്ടുന്നു. ഓക്കെ, അത്രയാണ് അതിൻ്റെ ബേസിക്കലി പറയുന്നത്. അതായത് നമ്മൾ ഇനീഷ്യലി സോഡിയം നൈട്രേറ്റും സോഡിയം അമാൽഗവും വെച്ച് ട്രീറ്റ് ചെയ്ത് ഒരു സോൾട്ട് ഉണ്ടാകുന്നു. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അസറ്റിക് ആസിഡ് ഇനീഷ്യലി ആഡ് ചെയ്തു, പിന്നെ സിൽവർ നൈട്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, അതുപോലെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് സിൽവർ ഹിപ്പോ നൈട്രേറ്റും വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്തു. അത്രയാണ് ഹിപ്പോ നൈട്രസ് ആസിഡ് ഉണ്ടാകുമെന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ പ്യുവർ ഹിപ്പോ നൈട്രസ് ആസിഡ് ഫോം വൈറ്റ് ലീഫ്ലെറ്റ് വിച്ച് ഡീകമ്പോസ് ആൻഡ് റബ്ബറി. സോ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും അവർ ലീഫ്ലെറ്റ്സ് ഡീകമ്പോസ് ആയി പോകുമെന്ന് പറയാം. പിന്നെ ഒരു വീക്ക് ഡയബേസിക് ആസിഡാണ്. ഓക്കെ, അത്രയാണ് ഇത്രയും ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഒരു ഡൈബേസിക് ആസിഡാണ്, 2 OH റെഡ്യൂസബിളായിട്ട് തിപ്പുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ആസിഡിലേക്ക് പോകാം. അടുത്താണ് നൈട്രോക്സിലിക് ആസിഡ്. അപ്പം H4N2O4, ഇപ്പറേ H2N2O2, അടുത്ത H4N2O4. ഇതിനെ നമ്മൾ ഹൈഡ്രോ നൈട്രസ് ആസിഡ് എന്നും പറയാറുണ്ട്. സോ ഇതൊരു ഹൈലി എക്സ്പ്ലോസീവായിട്ടുള്ളൊരു ആസിഡാണ്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടാണ് നമുക്ക് പറയാം. പിന്നെ അതങ്ങനത്തെ പ്രിപ്പയർ ചെയ്യാറുമില്ല. പിന്നെ പ്രിപ്പയർ ചെയ്താലും നമ്മുടെ യൂഷ്വലി ഈ ഒരു സോഡിയം സോൾട്ട് അതൊക്കെ വെച്ചാണ് യൂഷ്വലി സോഡിയം സോൾട്ടിനെയൊക്കെ വെച്ച് ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. സോഡിയം നൈട്രേറ്റിനെ ഇലക്ട്രോളൈസിസ് ചെയ്യുന്നതാണ് ലിക്വിഡ് അമോണിയയുടെയൊക്കെ പ്രസൻസിൽ യൂഷ്വലി ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം പിന്നെ അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടറിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ആയി പോകുന്നു. അത്രയേ ഉള്ളൂ നൈട്രോക്സിലിക് ആസിഡ്. അപ്പം ഹൈഡ്രോ നൈട്രസ് ആസിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്, നൈട്രോക്സിലിക് ആസിഡാണ്. ഇനിയാണ് 2 പെർ ആസിഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ പെറോക്സോ ബോണ്ട് വരുന്ന 2 ആസിഡ്സ് ഉണ്ട് ഈ ഒരു നൈട്രിക് ആസിഡിൻ്റെ കേസിൽ. നമ്മൾ നേരത്തെ സൾഫറിൻ്റെ കേസിൽ പഠിച്ചപ്പോഴായാലും 2 പെറോക്സോ ആസിഡ്സ് പഠിച്ചായിരുന്നു. പെറോക്സോ മോണോയും പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡും, അതായത് കാരസ് ആസിഡും അതുപോലെ മോഷൽസ് ആസിഡും.
സോ ആ രണ്ടും ഇത് തന്നെ ഇവിടെയും വരുന്നുണ്ട്, പെറോക്സോ നൈട്രസ് ആസിഡും അതുപോലെ പെറോക്സോ നൈട്രിക് ആസിഡും. അതായത് പെർ നൈട്രിക് ആസിഡ് എന്ന് രണ്ടാമത്തേന് നമുക്ക് പറയാൻ പറ്റും, അതുപോലെ പെർ നൈട്രസ് ആസിഡ് എന്ന് ആദ്യത്തേനും പറയാം. സോ ആദ്യത്തെ നോക്കുവാണെങ്കിൽ അൺസ്റ്റേബിൾ, സം ഓഫ് ഇറ്റ്സ് സോൾട്സ് ആർ സ്റ്റേബിൾ. അൺസ്റ്റേബിൾ ആണ്, പക്ഷെ ചിലത് എന്താണ് സ്റ്റേബിൾ ആണ്. അതുപോലെ രണ്ടാമത്തേത് അൺസ്റ്റേബിളും എക്സ്പ്ലോസീവും ആണ്. ഓക്കെ. പിന്നെ പെറോക്സോ നൈട്രസിൻ്റെ സൊല്യൂഷൻസ് ഓറഞ്ച് റെഡ് ആണ്, ഐസോമറിക് വിത്ത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിനായിട്ട് ഒരു ഐസോമറിസ്റ്റ് ആണ് ഏത്, പെറോക്സോ നൈട്രസ് ആസിഡ്. ഓക്കെ. പിന്നെ അടുത്ത കേസ് സ്മെൽസ് ലൈക്ക് ബ്ലീച്ചിങ് പൗഡർ. പെറോക്സോ നൈട്രിക് ആസിഡ് ബ്ലീച്ചിങ് പൗഡറിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കാണും. പിന്നെ അതിൻ്റെ ഫോർമുല കൊടുത്തിട്ടുള്ളത് താഴെ HOO ആണ് പെറോക്സോ നൈട്രസ് ആസിഡ്. അതുപോലെ പെറോക്സോ നൈട്രിക് വരുമ്പോഴത്തേക്കും HNO4. അപ്പോൾ HNO3 നൈട്രിക്, HNO4 വരും പെറോക്സോ നൈട്രിക് ആസിഡ്. പിന്നെ HONO വരുമ്പോഴത്തേക്കും പെറോക്സോ നൈട്രസ് ആസിഡ്. അപ്പോൾ ഇത്രയാണ് ഓക്സോ ആസിഡ്സ് ഓഫ് നൈട്രജനെ പറ്റി പറയാനുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നൈട്രിക് ആസിഡ്, ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.